ഇതുപോലെ പറയാൻ കയറുക, MC ചെയ്യാൻ കയറുക. അത് കഴിഞ്ഞ് അത് തലേദിവസം പേടിച്ചിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ വോയിസ് മെസ്സേജ് വരെ എനിക്ക് രമ്യ മേഡം ഇട്ട് തന്നിട്ടുണ്ട്. അത് അതുപോലെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, തെറ്റിയിട്ടുണ്ട്. എന്നാലും തെറ്റിക്കഴിഞ്ഞാലും എൻ്റെ ഒപ്പം നിന്നിട്ട് എന്നോട് അസ്ലിയ മേഡം ആയാലും ശരി, രമ്യ മാം ആയാലും ശരി, എനിക്ക് കറക്റ്റ് ആയിട്ട് നാളെ ഇങ്ങനെ ഇനിയൊരു MC ചെയ്യുമ്പോൾ ഇതുപോലെ പറയണം കേട്ടോ മാം എന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ലീഡർമാര് നമ്മളെ കറക്റ്റ് ആയിട്ട് കൊണ്ട് നടത്തുന്നുണ്ട്, നമ്മൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ലീഡർമാർ നമ്മളെ വിളിക്കണേ എന്നുള്ള തോന്നലാണ് ഫസ്റ്റ് എനിക്ക് ഈ ബിസിനസ്സിൽ വന്നത്. അല്ലാണ്ട് ഒന്നുമില്ലാണ്ട് അവര് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയണമെന്ന് എനിക്ക് തോന്നി തുടങ്ങി. അത് ഞാൻ മനസ്സിലാക്കിയെടുത്തു. പിന്നെ നമ്മളിപ്പോ പ്ലാൻ കൊടുക്കാൻ നമ്മൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്തു, നമ്മൾ ഒരാളെ കണ്ടു, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മനസ്സിലാക്കി, ഏറെക്കുറെ ഒക്കെ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആളെന്ന് വയ്ക്കും, നമുക്ക് നല്ല അടുപ്പുള്ള ഒരാളാന്ന് വെച്ചോളൂ. അപ്പൊ ആ വ്യക്തി 3 തരത്തിലാണ് നമ്മൾ ചിലപ്പോൾ നമുക്ക് സെയിൽ, നമുക്ക് ഇരിക്കുന്ന ഒരുപാട് പേർക്ക് അങ്ങനെ സെയിൽ ഓപ്പൺ ആയി ഉണ്ടാവും. ഫസ്റ്റ് ചിലപ്പോ നീ വന്നേ പറ്റൂ, നീ എന്റെ കൂടെ നിന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവരെ വലിച്ചു കൊണ്ടുവന്നിട്ട് ഒരു ഐഡിയ അടിച്ചിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ രണ്ടാമത് ഇപ്പോ നമ്മൾ അവർക്ക് ചെയ്ത സഹായങ്ങൾ, നമ്മൾ ഒരുപാട് സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായി പേഴ്സണലി ആയിട്ടുള്ള ഒരുപാട് സഹായങ്ങൾ, ക്യാഷ് ആയിട്ട് ഇടപാടുകൾ, സാക്ഷി നിന്നിട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഉപരി അപ്പൊ കൃഷ്ണ പറഞ്ഞതല്ലേ, പേഴ്സണലി ഞാൻ പറയാണ്, കൃഷ്ണ പറഞ്ഞതല്ലേ, അവൾ എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്നതല്ലേ, അപ്പൊ കൃഷ്ണ പറഞ്ഞ എങ്ങനെ ഞാൻ കേൾക്കാതിരിക്കുക എന്ന് തോന്നിയിട്ട് ഐഡിയ അടിച്ച ആൾക്കാര്, അങ്ങനെ നമ്മൾ ചെയ്ത സഹായത്തിന്റെ മുകളിൽ നമ്മളോട് കരുണ കാണിച്ചിട്ടോ ദയ കാണിച്ചിട്ടോ വരുന്ന ആൾക്കാരുണ്ടായിരിക്കാം. മൂന്നാമത്തെ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാര് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട്, അതായത് നമ്മളെ എന്ത് ശരിക്കും പ്ലാൻ കൊടുത്ത്, നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് പ്ലാൻ പഠിച്ച് അത് കൊടുത്ത് കറക്റ്റ് നമ്മുടെ പ്ലാൻ എന്താന്ന് ഫുള്ള് മനസ്സിലാക്കി കൊടുത്ത്, നമ്മുടെ ചെയർമാൻ ആരാ, നമുക്ക് ഇത്ര നമ്മുടെ ലീഗൽ സപ്പോർട്ട് ഉണ്ടോ, നമ്മുടെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഫിജി കാർഡ് എന്നുള്ള ബിസിനസിന്റെ സിസ്റ്റം മനസ്സിലാക്കി വരുന്നവര് ഐഡിയ അടിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഇതില് മൂന്നാമത് വന്ന ആൾക്കാർക്ക് പ്രയോറിറ്റി, കാരണം അവര് ഇത് ഒരിക്കലും നിർത്തിപ്പോല. അവര് ഞാൻ കൊണ്ടുവന്ന വ്യക്തിയാണെങ്കിലും മനസ്സിലാക്കി കൊടുത്തിട്ടുള്ള എന്റെ പാർട്ട്ണർ ആയാലും ഞാൻ നിന്ന് പോയാൽ പോലും അവരത് മനസ്സിലാക്കിയെടുത്തു. അപ്പൊ അവരത് തുടർന്ന് കൊണ്ടുപോകും. പക്ഷെ ആദ്യം പറഞ്ഞ നീ വന്നേ പറ്റൂ, നീ എന്റെ കൂടെ നിന്നില്ലെങ്കിൽ എനിക്കൊന്നും കിട്ടില്ല, നിനക്കൊന്നും കിട്ടില്ല, നമുക്ക് രണ്ടുപേർക്ക് ഇഷ്ടപ്പെടാൻ പറ്റില്ല, നമുക്ക് നോക്കി നോക്കുക എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് കൂട്ടിയിട്ട് വന്ന വ്യക്തിയായാലും, രണ്ടാമത് നമ്മൾ ചെയ്ത സഹായത്തിന്റെ മുകളിൽ നമ്മൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തതിന്റെ പേരിൽ നമ്മളോട് ആത്മാർത്ഥതയും കൊണ്ട് എന്റെ കൂടെ നിന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ഐഡിയ അടിച്ച ആൾക്കാർ നമ്മൾ പ്രോപ്പറായിട്ട് കറക്റ്റ് ആയിട്ട് ഡിജിറ്റൽ BOP ആയാലും ഫിസിക്കൽ BOP ആയാലും 7am ആയാലും അതിലൊക്കെ പങ്കെടുത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ബിസിനസിനെ പറ്റി നമ്മുടെ ഫോണിൽ വരുന്ന കാര്യമായാലും നേരിട്ടുള്ള കാര്യമായാലും ഒക്കെ പങ്കെടുപ്പിച്ച് അവർക്ക് എല്ലാം മനസ്സിലാക്കി കൊണ്ടുവന്ന് കറക്റ്റ് ആയിട്ട് കൊടുന്നിട്ടില്ലെങ്കിൽ അവരവിടെ നിന്ന് പോകും. അപ്പൊ എനിക്ക് വേണ്ടി വന്ന ഒരു പാർട്ട്ണറുടെ കാര്യത്തിൽ ഞാൻ അത് മനസ്സിലാക്കിയ കാര്യമാണ്, എനിക്ക് മനസ്സിലാക്കിയെടുത്ത കാര്യമാണ്. എന്നെ ഇഷ്ടപ്പെട്ടു വന്നൊരു വ്യക്തിയാണ് കൃഷ്ണയ്ക്ക് എന്തേലും ആയിക്കോട്ടെ, കൃഷ്ണയ്ക്ക് എന്തേലും കാര്യമാവുകയാണെങ്കിൽ ആയിക്കോട്ടെ പറഞ്ഞു. പക്ഷെ കൃഷ്ണയ്ക്ക് മാത്രമേ കാര്യം ഉണ്ടായുള്ളൂ. അപ്പോ അവര് തുടരാൻ തയ്യാറില്ല. അപ്പൊ അങ്ങനെ വരുന്നവരെ നമ്മൾ മെനക്കെട്ടിട്ട് നമ്മുടെ സിസ്റ്റം മനസ്സിലാക്കിയെടുത്ത് BOP ഹാളിലേക്ക് എത്തിച്ച് അവർക്ക് നമ്മുടെ കൂടെ എല്ലാറ്റിനും ഒപ്പം നിൽക്കണം, നിന്നാലേ രക്ഷപ്പെടാൻ പറ്റൂ എന്ന് മനസ്സിലാക്കി എടുക്കുന്നവരെ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് പ്ലാൻ, മൂന്നാമത്തെ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാര്, അങ്ങനത്തെ ആൾക്കാര് സെയിൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് ഇല്ല. കാരണം നമ്മുടെ കൂടെ അവർ നിൽക്കും ചെയ്യും, നമുക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ കറക്റ്റ് ആയിട്ട് നമ്മൾ ആദ്യം പ്ലാൻ കൊടുത്തപ്പോൾ തന്നെ ഫോളോ അപ്പ് കറക്റ്റ് ആയിട്ടുണ്ടായിരിക്കുക. അപ്പൊ അവർക്ക് മനസ്സിലായിട്ട് വന്ന കാരണം അവർ നമ്മളെ ഒപ്പം നിൽക്കും, നമുക്കൊന്നും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു പക്ഷെ അന്ന് രമ്യ മാം എന്നെ മനസ്സിലാക്കിയെടുത്തത് മാമിന്റെ എക്സ്പീരിയൻസ് കൊണ്ടല്ലേ. ഒരിക്കലും ഇന്നലെ വന്നൊരു വ്യക്തിക്ക്, ഇപ്പൊ ഫസീല മാം എന്നെ കൊണ്ടുവന്നെങ്കിൽ ഫസീല മാമിന് എനിക്ക് അത്രയ്ക്ക് പറഞ്ഞു തരാൻ പറ്റിയില്ല, കാരണം മാമിന് അതിനനുസരിച്ചിട്ടുള്ള അറിവ് വന്നിട്ടില്ല. അപ്പൊ എക്സ്പീരിയൻസിന്റെ മുകളിലുള്ള ലീഡർമാർ പറയുമ്പോ നമ്മൾ അത് അതിന്റെ സെൻസിൽ ആദ്യം എടുക്കുക. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയണേ, നമുക്ക് മുന്നോട്ട് പോകാനാ പറയണം, നമുക്കൊരു ടീം ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് വരുമാനം ഉണ്ടാക്കാനാണ് നമ്മുടെ ലീഡർമാർ നമ്മുടെ കൂടെ നിന്ന് പറയണെന്നുള്ള ചിന്ത ആദ്യം വരുത്തുക. അപ്പൊ തന്നെ നമ്മൾ 3/4 ഭാഗം ഫിജി കാർഡിനെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വേണം കണക്കാക്കാൻ. പിന്നെ നമ്മള് ഇപ്പൊ പ്ലാൻ കൊടുത്തു, അതുപോലെ നമ്മളിപ്പോ പ്ലാൻ കൊടുക്കുമ്പോൾ 100 SVയുടെ കാര്യം പറയൂലേ, 100 SVയുടെ കാര്യം പറയുമ്പോൾ 100 SV മാച്ച് ചെയ്ത് 2000 രൂപ കിട്ടും. അതുപോലെ 500 SV 500 30 ഡെയിലി 30,000 രൂപ കിട്ടും.
ഡെയിലി 30,000 എന്ന് പറയുമ്പോൾ സ്ട്രെയിൻ ചെയ്ത് പറയേണ്ട കാര്യങ്ങൾ സ്ട്രെയിൻ ചെയ്ത് തന്നെ പറയാ. 30,000 രൂപ കിട്ടും എന്ന് പറയേണ്ടടുത്ത് 30,000 രൂപ കിട്ടും എന്ന് പറഞ്ഞാൽ ആ കേൾക്കുന്ന വ്യക്തിക്ക് അത് ജെന്യുവനാന്ന് തോന്നില്ല. ഈ 30,000 എന്ന് പറയണ ആ വേർഡ് തന്നെ ഇവള് ഇത്രയും തളർന്നു കൊണ്ടാ പറയണെങ്കിൽ, അല്ലെങ്കിൽ ഈ വ്യക്തി തളർന്നു കൊണ്ടാ പറയണെങ്കിൽ 30,000-ന് എത്ര വില കൽപ്പിക്കുന്നുള്ളൂ. അപ്പൊ ചിലപ്പോ ഒരു 10,000 രൂപയ്ക്കോ 15,000 രൂപയോ മാസം കിട്ടുന്ന വ്യക്തിയോടായിരിക്കും നമ്മൾ ഡെയിലി 30,000 കിട്ടുന്ന പറയാ, അല്ലെങ്കിൽ ഇത്ര മാച്ച് ചെയ്ത 30,000. അപ്പൊ അത് സ്ട്രെയിൻ ചെയ്ത് പറയേണ്ട ആ സമയങ്ങളിൽ ആ എമൗണ്ട് ആയാലും നമ്മുടെ പ്ലാനിലെ കാര്യങ്ങളായാലും സ്ട്രെയിൻ ചെയ്തും കൊണ്ട് തന്നെ പറയാൻ ശ്രമിക്കുക. അതുപോലെ സോഫ്റ്റ് ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ അത് സോഫ്റ്റ് ആയി തന്നെ പറയാൻ ശ്രമിക്കുക. അത് അവർക്ക് അവരുടെ മനസ്സിൽ ടച്ചിങ് ആവണമെങ്കിൽ നമ്മൾ സോഫ്റ്റ് ആയിട്ട് തന്നെ പറയണം. നമ്മുടെ ചെയർമാന്റെ കാര്യം പറയുമ്പോൾ അപ്പൊ അതുപോലെ നമ്മുടെ ആ വ്യക്തി എങ്ങനത്തെ ആളാണ്, നമ്മൾ ചിലപ്പോൾ ആ ആള് നെഗറ്റീവ് മാത്രം കേട്ട വ്യക്തിയായിരിക്കും നമ്മുടെ സാറെ പറ്റിയിട്ട്, ചെയർമാനെ പറ്റിയിട്ട്. അതുപോലെ മാനേജ്മെന്റിനെ പറ്റി പറയുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ, അതിനാണ് നമ്മൾ ലീഡർമാർ പറയണത് നമ്മൾ വൃത്തിയായിട്ട് പ്ലാൻ പഠിക്കുക. നമുക്ക് പറ്റുന്ന പോലെ നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ. ഇപ്പൊ ഓരോ ലീഡർമാർ രമ്യ മേഡം, ജസീറ മേഡം, അസ്ലിയ മാമോ, അനിത മാമോ, അശ്വതി മാമോ ഒന്നും പറയുന്ന പോലെ എനിക്ക് പ്ലാൻ പറയാനൊന്നും അറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ രീതിയിൽ പഠിച്ചിട്ടുണ്ട്, നല്ലൊരു ബോധ്യമുണ്ട് എനിക്ക്. അപ്പൊ അത് പ്ലാൻ പഠിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ജസീറ മേഡം അന്ന് മീറ്റിങ്ങിൽ പ്ലാൻ പഠിച്ചോ എന്ന് ചോദിച്ചപ്പോ പഠിച്ചു, എനിക്ക് അറിയാമെന്ന് എനിക്ക് ഉറപ്പിലോടെ പറയാൻ പറ്റിയത് ഞാൻ പഠിച്ചോണ്ടാണ്. എനിക്കത് എവിടെയും പറയാൻ പറ്റുമോ, കാരണം ആദ്യം എനിക്ക് പ്ലാൻ അറിയില്ല മാം, എനിക്ക് എന്താ ചെയ്യാ, ഞാൻ എന്താ ചെയ്യും, 36 പേജ് പഠിക്കണ്ടേ എന്നൊക്കെ പറയുന്ന ഞാൻ. അപ്പൊ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിക്ക് എന്താണോ ആവശ്യം അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതിന് ഓടിപ്പോയി കഴിഞ്ഞാൽ അവരുടെ എല്ലാ കാര്യവും നമുക്ക് അറിയാൻ പറ്റില്ല. ഇതില് ഇന്ന് വന്ന് നാളെ രാവിലേക്ക് എല്ലാം നേടണം പറഞ്ഞിട്ട് ആര് വന്നിട്ടുണ്ടോ അവരൊക്കെ അവിടെ സ്റ്റക്ക് ആവുള്ളൂ. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നിപ്പോ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് 10ാം ക്ലാസ്സിലത്തെ സബ്ജക്ട് പഠിപ്പിക്കാൻ നിന്ന പോലെയാണ്. അതായത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടിരുന്നു. ഞാൻ 1ാം ക്ലാസ്സിലെ കുട്ടിയാണ്, ആ എന്നോടാണ് 10ാം ക്ലാസ്സിൽ പഠിക്കണമെങ്കിൽ 36 പേജിന്റെ പ്ലാൻ പറയാൻ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചൊരു വ്യക്തിയാണ്. കാരണം ഒരിക്കലും എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ച കാര്യമായിരുന്നു ഈ പ്ലാൻ പഠിക്കുക എന്നുള്ളത്. എന്നും ഞാൻ രമ്യ മാമിനെ കണക്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അസ്ലിയ മാമിനെ കണക്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഫസീനെ, അല്ലെങ്കിൽ മെഹ്റൂനെ, അങ്ങനെ ഇവരൊക്കെ കണക്ട് ചെയ്തുകൊണ്ടേ എനിക്ക് പ്ലാൻ കൊടുക്കാൻ പറ്റുള്ളൂ, അവരുടെ കൂടെ പോയിട്ട് എനിക്കിത് പറയാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച ഞാൻ ഇന്ന് മാറാൻ തയ്യാറായിപ്പോ. അത് നമ്മുടെ ലീഡർമാരുടെ സഹായത്തോടു കൂടി അവര് പറഞ്ഞ് നമ്മളെ മാറ്റിയെടുത്തതാണ്, എന്നെ മാറ്റിയെടുത്താണ്. എന്നെ ശരിക്കും ഇന്ന് ഈ ക്യാമറയുടെ മുമ്പിൽ ഇത്രയും പേരുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കാനുള്ള ഈ ഗട്സ് വന്നത് ഈ ഫിജി ഗാർഡിലോട്ട് വരാൻ കാരണമായതുകൊണ്ടും എന്നെ ഇതിൽ കൊണ്ടുവന്ന ഫസീല മാം ഉള്ളത് കൊണ്ടും, അതുപോലെ എന്നെ ഓരോ കാര്യങ്ങളും ഞാൻ മാറി നിൽക്കണമെന്ന് കാണുമ്പോൾ എന്നെ കുത്തിപ്പൊക്കിയിട്ട് കൊണ്ടുവന്ന, കുഞ്ഞു മക്കളെ കൊണ്ടു നടക്കുന്ന പോലെ നമ്മളെ എല്ലാവരെയും കൊണ്ടു നടക്കുന്ന രമ്യ മാഡം കറക്റ്റ് ആയിട്ട് എന്താ എവിടെ പറയണമെന്നും. ഞാനൊക്കെ ചിലപ്പോൾ ഞാൻ ഇന്നലെ കൂടെ പറഞ്ഞിട്ടുണ്ട് മാമിനോട്, ഞാൻ ഇപ്പൊ വിചാരിച്ചോളൂ മാം രമ്യ മാഡം എന്നെ വിളിക്കുന്നു വിചാരിച്ചു ആ സ്പോട്ടിൽ വിളിച്ചിരിക്കും. അത് നമുക്ക് ലീഡർ, ഞാൻ അതുപോലെ അസ്ലിയ മാമിനോട് പറഞ്ഞിട്ടുണ്ട്, അസ്ലിയ മാമിനെ ഞാൻ ഇപ്പൊ വിളിക്കണം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അത് നമ്മുടെ അറ്റാച്ച്മെന്റ് ആണ്. നമ്മൾ ആ ലീഡർമാര് മാത്രല്ല, നമ്മൾ കറക്റ്റ് ആയിട്ട് അവർക്ക് കൊടുക്കുന്ന ആ ഒരു മര്യാദ, ബഹുമാനം, ഇഷ്ടം, അത് ശരിക്കും നമ്മൾക്ക് തരുന്ന പ്രയോറിറ്റിയുടെ മുകളിലുള്ള ഇഷ്ടമാണ്. ഞാൻ ചെറിയൊരു കാര്യം ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്യും. ഏതായത് എനിക്കത് ആരിന്നും കിട്ടിയിട്ടില്ല, ഒരു മനുഷ്യന്റെ കുട്ടി എനിക്ക് തന്നിട്ടില്ല. ഈ പ്രയോറിറ്റി എന്ന് പറയുന്ന ആ വാക്കിന് ഞാൻ ഇത്രയും വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കിയത് ഈ ഫിജി ഗാർഡിലോട്ട് വന്നതിന് ശേഷമാണ്. അത് ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്തായിക്കോട്ടെ നന്നായിരുന്നു കേട്ടോ മാം. എന്നെ സെഷൻ കഴിഞ്ഞാലും MC കഴിഞ്ഞാലും ഫസ്റ്റ് വിളിക്കും രമ്യ മാമും അസ്ലിയ മാമുമാണ്. രണ്ടുപേരും എന്നെ പേഴ്സണലി വിളിച്ച് പറയും അടിപൊളിയായിരുന്നു കേട്ടോ മാം. ഇനി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അസ്ലിയ മാം പറയും ഇനി ഇങ്ങനെ ഇതുപോലെ പറയണം കേട്ടോ മാം. അപ്പൊ എന്നോട് എപ്പോഴും പറയും എന്ത് തെറ്റുണ്ടെങ്കിലും കൃഷ്ണ മാമിനോട് പറയാം, അത് തിരുത്തും. നമ്മൾ തിരുത്തണം. നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളെക്കാളും എക്സ്പീരിയൻസ് ആയ അതിനെ എല്ലാം പഠിച്ചു വന്ന് ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള ലീഡർമാർ പറഞ്ഞാൽ നമ്മൾ എടുത്തേ പറ്റൂ. നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അവരൊപ്പം വേണം. എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് നിക്കലേ ഉണ്ടാവുള്ളൂ. ഒരു ചെറിയ കാര്യത്തിന് പോലും ചിലപ്പോൾ നമുക്ക് അവരെ തേടേണ്ടി വരും. അപ്പൊ ആരും വേണ്ട എന്ന് തോന്നിയിട്ട് ഒരിക്കലും അതിൽ മുന്നോട്ട് പോവാതിരിക്കുക. നമ്മുടെ ലീഡർമാർ പറഞ്ഞതൊക്കെ കറക്റ്റ് ആയിട്ട് കേൾക്കാൻ ശ്രമിക്കുക. നമ്മൾ പ്ലാൻ പഠിക്കാതെ ഒറ്റയ്ക്ക് ഒരു പ്ലാൻ കൊടുക്കാതെ ഇതിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ പറയുന്നുണ്ട് നമുക്ക് 2 വ്യക്തികൾ വന്നാൽ മതി, നമ്മുടെ 2 സൈഡും ഏതെങ്കിലും ഒരു പാർട്ട്ണറുടെ സൈഡിലേക്ക്, 2 സൈഡിലേക്കും ഓരോ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് ഈ ബിസിനസ് മനസ്സിലാക്കി വന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെ ആ 2 വ്യക്തികളെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ വായ തുറക്കണ്ടേ, നമ്മൾ പഠിക്കണ്ടേ, നമ്മുടെ ലീഡർമാർക്ക് അവരെ കാണിച്ചു കൊടുക്കണ്ടേ.
എന്നിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കണ്ടേ, അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് നമ്മൾ പോയി സംസാരിക്കണ്ടേ, പ്ലാൻ കൊടുത്ത് ഫോളോ അപ്പ് ചെയ്യണ്ടേ, എന്നിട്ട് സെയിൽ ഓപ്പൺ ആക്കണ്ടേ. അപ്പൊ ഇതൊന്നും ചെയ്യാണ്ട് ഈ രണ്ട് വ്യക്തികളെ എവിടുന്ന് മാനത്തുനിന്ന് പൊട്ടി വീഴുവോ? എവിടുന്ന് വരില്ലേ? നമ്മള് കണ്ടെത്തണം. സാറ് പറയുന്നുണ്ട്, അദ്ദേഹം എന്താ പറഞ്ഞാ ദേ കാല് പിടിച്ച് പറയുന്ന പോലെ പറഞ്ഞു, ഇതില് പണിയെടുക്കാത്തവരെ ദൈവത്തെ ഓർത്ത് ഇങ്ങോട്ട് വരണ്ട, വേറെ എന്തെങ്കിലും ജോലി നോക്കിക്കോളൂ. അതായത് ഇതില് വന്നു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് പ്ലാൻ പഠിച്ച് മുന്നോട്ട് പോണം എന്നുള്ള ചിന്ത ഉള്ളവര് മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. ആദ്യം ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും, ഇത്തിരി അല്ല ചിലപ്പോ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ആ ബുദ്ധിമുട്ട് സഹിച്ച് നിങ്ങൾ ഈ ട്രാക്കിലോട്ട്, ഈ മൂന്നോ നാലാമത്തെ റാങ്കിന്റെ ആ ട്രാക്കിലോട്ട് ഒന്ന് കേറി കിട്ടുന്നവരേക്കുള്ള പ്രയാസമുള്ളൂ. പക്ഷെ കേറി കിട്ടാൻ ഓടിച്ചാടി കയറാൻ പറ്റില്ല. പതുക്കെ പതുക്കെ. സാറ് വെറുതെ അല്ല ഇങ്ങനൊരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. എന്തെന്നറിയോ? ഞാൻ ഇന്നലെ എന്റെ ഏട്ടനോട് പറഞ്ഞു, കോടികൾ ആസ്തിയുള്ള ആള്, ഞാൻ ഇത്ര പൈസ തരാം. ബോച്ചയോട് പോയിട്ട് പറയാണ്, സാർ ഞാൻ ഇത്ര പൈസ തരാം, എന്നെ NSDM ആക്കുവോ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ കോടീശ്വരന്മാർക്ക് വീണ്ടും വീണ്ടും പൈസ ഇരട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്താൽ പോരെ? ഇതേപോലെ ആദ്യം SR ആയി കയറി നമ്മൾ 25 പോയിന്റിനോ 50 പോയിന്റിനോ 100 പോയിന്റിനോ പർച്ചേസ് ചെയ്ത് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് സെയിൽ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ആദ്യം SR ആയി കയറുന്നതിന് പകരം ഫസ്റ്റ് തന്നെ NSDM ആയിക്കോട്ടെ. അത് പറ്റില്ലല്ലോ. അപ്പോ സാറുടെ കണ്ണില് ഉള്ളവനും ഇല്ലാത്തവനും ഒരേ ഈക്വൽ ആണ്. സാർക്ക് അങ്ങനെയാണ്. സാറ് ഇല്ലാത്തവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ചെയർമാൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ സിസ്റ്റം നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക. ചിലവരെങ്ങനെ വെച്ചാൽ നല്ല പ്ലാൻ ആണെന്ന് പറയും, അടിപൊളി പ്ലാനാ കൃഷ്ണയെന്ന് എന്നോട് പറഞ്ഞ വ്യക്തികളുണ്ട്. അടിപൊളി ചെയർമാൻ ആട്ടോ സാറ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ നിങ്ങളുടെ ആ എക്സ്പാൻഷൻ ബോണസിനെ പറ്റി എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ പ്ലാൻ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞു. പക്ഷെ കൃഷ്ണനെ എനിക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടമാണ്. ഈ പ്ലാൻ പറഞ്ഞ എന്നെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ചേരില്ല. വൈ? കാരണമില്ല. എന്താ വെച്ചാ അവർക്ക് ഇപ്പൊ ചേരാൻ താല്പര്യമില്ല. അങ്ങനത്തെ ആളുകളും ഉണ്ട്. അങ്ങനത്തെ പാർട്ട്ണറിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരോട് 3ഉം 4ഉം 5ഉം തവണ അവർ നോ പറയും. ചിലപ്പോ വീണ്ടും നമ്മള് ലിങ്കൊക്കെ അയച്ചു കൊടുത്ത് അവർ ലിങ്കിലൊക്കെ കയറി നോക്കി. ചില സാർമാരുടെ മാഡത്തിന്റെ സെഷൻ കേൾക്കുമ്പോൾ അവരുടെ മൈൻഡിൽ ഇപ്പൊ മാറ്റം. എനിക്ക് എന്റെ സന്ധ്യ എന്ന് പറഞ്ഞൊരു പാർട്ട്ണറുണ്ട്, ടീച്ചറാണ്, എറണാകുളത്താണ്. ആ ടീച്ചർ നമ്മുടെ ജസീറ മാമിന്റെ സെഷനും രമ്യ മാമിന്റെ സെഷനും അതുപോലെ കഴിഞ്ഞ നമ്മുടെ സബിത മാമിന്റെ സെഷനും 3 ഡിജിറ്റൽ BOBക്ക് കയറിയിട്ടുള്ളൂ. ആ മൂന്നാമത്തേൽ കയറിയോട് കൂടിയിട്ട് ഞാൻ പറഞ്ഞു, കൃഷ്ണ ഞാൻ ഐഡിയ അടിക്കാം. പക്ഷെ ചെറുതായിട്ടൊരു ആൾക്ക് ഇതിൽ നിൽക്കണം എന്ന് തോന്നി, അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഐഡിയ അടിച്ചതിന് ശേഷം എന്നോട് എന്താ പറഞ്ഞേ, കൃഷ്ണ വിചാരിച്ചിട്ടാണ്. അപ്പൊ നമ്മളെ വിചാരിച്ച് വരുന്നവരെ, നമ്മളെ വിചാരിച്ച് മാത്രമല്ല ഈ ബിസിനസ്സിലോട്ട് കറക്റ്റ് ആയിട്ട് നമ്മളെ കൊണ്ടുവന്നിട്ട് ഒന്നുമില്ലാതെ കൃഷ്ണ എന്നെ കൊണ്ടുവരില്ല, അല്ലെങ്കിൽ ആ വ്യക്തി എന്നെ കൊണ്ടുവരില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഇതിലെല്ലാവരും ഒട്ടേറെ പേര് വീട്ടമ്മമാരാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. അപ്പൊ നമ്മുടെ ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാന്ന് പറയുമ്പോ തന്നെ അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം. കാരണം ഇത്രയും പേരുടെ ഇടയില് ഇങ്ങനെ നമുക്ക് കുറച്ച് സംസാരിക്കാനുള്ള ഒരു ഇട കിട്ടിയത്. എനിക്കൊന്നും ഈ മൊബൈലില് ഒന്നും അറിയില്ല. സ്റ്റാറ്റസ് വെക്കാൻ അറിയില്ലായിരുന്നു, ഷെയർ ചെയ്യാൻ അറിയാം, ഒന്നും എനിക്കറിയാം. എനിക്ക് അതിന്റെ ആവശ്യമില്ല. എനിക്ക് ഇത്തിരി സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് എന്റെ മകൻ പറഞ്ഞതാണ്, FBയിൽ അമ്മ എന്തെങ്കിലും എഴുതിയിട്ടിട്. അപ്പൊ അവര് ആ ഒരു 4 വാക്ക് വായിക്കുമ്പോ ഒരു ലൈക്ക് തരും. ആ ഒരു ലൈക്കൊക്കെ കിട്ടിയപ്പോ ഞാൻ ഭയങ്കര സന്തോഷിച്ചിരുന്ന ആളാ. പക്ഷെ ആ ഒരു ലൈക്കിന് പിന്നിലോ എന്താ ഉള്ളേ? അതുപോലെ ഇപ്പൊ റീൽസ് കാണുമ്പോ അതിന് ശേഷം പിന്നെ റീചാർജ് ചെയ്ത് തന്നിട്ട് റീൽസ് കാണും. പിന്നെ FBയിൽ തന്നെ 24 മണിക്കൂർ മൊബൈലിൽ കയ്യിൽ മൊബൈലായിരുന്നു. കാരണം എന്താ? റീൽസ് കാണാൻ. അവർക്ക് ലൈക്ക് കൊടുത്തിട്ടും അവർക്ക് അടിപൊളിയായിട്ടുണ്ടെന്ന് കമന്റ് കൊടുത്തിട്ടും എനിക്ക് എന്താ കിട്ടണമെന്ന് ചിന്തിക്കാനുള്ള ഒരു ഇത് എനിക്കില്ലായിരുന്നു, ബോധം എനിക്കില്ലായിരുന്നു. പിന്നീട് അതും ചിന്തിക്കാനുള്ള നമുക്കൊരു മൈൻഡിൽ വന്നത്, ആ ബുദ്ധി വന്നത്, ആ വിവരം വന്നത് ഫിജിക്കാട്ടിലോട്ട് വന്നിട്ടാണ്. മറ്റൊരാൾക്ക് വേണ്ടി നമ്മുടെ സമയം വെറുതെ കളയരുത് എന്ന് ചിന്തിച്ചത് ഞാൻ ഫിജിക്കാട്ടിലോട്ട് വന്നതാണ്. എനിക്ക് പ്രയോറിറ്റി കിട്ടാൻ വേണ്ടി, എനിക്ക് ചെറിയൊരു വാക്ക്, നല്ലൊരു വാക്ക് കിട്ടാൻ വേണ്ടി ഞാൻ എന്തോരം എന്റെ ആരും ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തിനറിയോ? എനിക്ക് നല്ലൊരു വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്, കൃഷ്ണയെ പറ്റിയിട്ട് നല്ലത് പറഞ്ഞു കേൾക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ എന്നിട്ട് അവസാനം അവര് നമുക്ക് ഒരു മാർക്ക് ഇടും. നമ്മളെ എത്ര നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തോളൂ, നമ്മള് വൃത്തിക്കായിരിക്കും, മനസ്സറിഞ്ഞിട്ടായിരിക്കും നമ്മൾ അവർക്ക്, ആ വ്യക്തിക്ക് നമ്മള് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. പൈസയും കൊണ്ടായിക്കോട്ടെ, ആൾ സഹായം ആയിക്കോട്ടെ, ഒപ്പം അവരുടെ കാര്യങ്ങൾക്കൊക്കെ നടക്കുക, എല്ലാറ്റിനും നമ്മൾ ഒപ്പം നിന്നിട്ടും അവര് നമുക്കൊരു മാർക്ക് ഫസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മളത് അറിയില്ല. പക്ഷെ അത് തിരിച്ചറിഞ്ഞ്
ആരിൽ നിന്നൊക്കെ മാറി നിൽക്കണം, ആരൊക്കെ കൂടെ നിർത്തണം എന്ന് മനസ്സിലാക്കി തന്നു എനിക്ക് ഫിജി കാർട്ട് എന്നുള്ള ബിസിനസ്. അതുപോലെ എന്റെ ലീഡർമാര്. കാരണം നമ്മൾ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരെ മാത്രമേ കൂടെ കൂട്ടാൻ പാടൂ. ഈ ബിസിനസിന്റെ പ്രാധാന്യം എന്താണെന്നറിയോ? നമ്മുടെ തിന്മ ആഗ്രഹിക്കുന്നവരെ നമ്മൾ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ടീം മുന്നോട്ട് പോകും. നമുക്ക് ടീമേ ഉണ്ടാവില്ല. കാരണം എന്റെ പാർട്ട്ണറോട് ഞാൻ ചിന്തിക്കുകയാണ്, നിനക്ക് ഒരു ഐഡി ഇട്ട് തന്നു കഴിഞ്ഞാൽ എന്നേക്ക് മുമ്പ് നീ ആയാലോ, നീ SC ആയാലോ, അല്ലെങ്കിൽ SM ആയാലോ, അല്ലെങ്കിൽ ST അങ്ങനെ തോന്നുകയാണ്. അപ്പൊ ആ SC ആവുമ്പോ എന്നേക്കാൾ മുമ്പ് എന്റെ പാർട്ട്ണർ SC ആവുമ്പോ എന്റെ ഒരു സൈഡ് SCയിൽ അപ്പുറം കടന്നു, SDയിലേക്ക് എത്തിണ്ടാവും. അത് ഞാൻ ചിന്തിക്കുന്നില്ല. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്നേക്കാളും മുന്നേ അല്ലെങ്കിൽ എന്റെ ലീഡർമാർക്ക് എന്ത് കിട്ടിയെന്ന് ചിന്തിക്കുന്നവർക്ക് മുന്നേ പോകാൻ പറ്റില്ല. ഞാനൊന്നും ഫസീല മാമിനോട് ചോദിച്ചിട്ട് പോലുമില്ല. ഒറ്റ തവണ പോലും ഞാൻ മെഹറുന്നീസ മാമിനോട് ചോദിച്ചിട്ടില്ല, നിനക്ക് എന്ത് കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടി, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാൻ തുടങ്ങിയോ. ഞാൻ ഒന്നും ചോദിക്കാതെ ഈ ബിസിനസ് എന്താന്ന് മനസ്സിലാക്കിയിട്ട് അന്ന് മനസ്സിലാക്കിയിട്ടില്ല, പക്ഷെ പിന്നീട് അപ്പോഴും ഞാൻ ഫസ്റ്റ് മനസ്സിലാക്കാതെ വന്നപ്പോ അടക്കം ഞാൻ അവരോട് ഇതുവരെയും ചോദിച്ചിട്ടില്ല. ഓരോ ഇൻകം പോസ്റ്റ് കാണുമ്പോഴും സന്തോഷം അവരെ അറിയിക്കുക എന്നല്ലാതെ ഒരിക്കൽ പോലും ഇത് കിട്ടിയില്ലോ, ഞാൻ കാരണം കിട്ടിയില്ലോ, അല്ലെങ്കിൽ എന്റെ എന്റെ SVയും കൂടെ കേറിയും കൊണ്ടല്ലേ നിങ്ങൾക്ക് അത് കിട്ടി എന്നൊന്നും ഞാൻ സംസാരിക്കാൻ പോയിട്ടില്ല. അതിന്റെ ആവശ്യം നമുക്ക് വരില്ല. നമ്മുടെ സാറ് പറയുന്നില്ലേ, നമ്മുടെ ലീഡർമാര് പറയുന്നില്ലേ, മേലേക്ക് നോക്കണ്ട, കീഴ്പോട്ട് നോക്കി നടക്കൂ, തട്ടി തടഞ്ഞു വീഴാതിരിക്കാനും നല്ലതാണ്. അതുപോലെ നമുക്ക് നമ്മുടെ പാർട്ട്നേഴ്സിനെ ശ്രദ്ധിക്കാനും അത് നല്ലതാണ്. മേലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ വിശ്വസിച്ച് വന്നവർ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അപ്പൊ എന്തിനാ അതിനുള്ള ഇട വരുത്തണേ? അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മളെ പറ്റുന്ന നമുക്കിപ്പോ ഒരാളോട് പറയണം, ഒരു കാര്യം പറയണം, നമ്മൾ ഈ ബിസിനസിന്റെ കാര്യം പറയണം എന്ന് ചിന്തിച്ച് തുടങ്ങുമ്പോ ആരെ വിളിക്കണം, ആരെ കണക്ട് ചെയ്യണം എന്ന് ചിന്തിക്കണേക്കാൾ നല്ലതാണ് സ്വയം പഠിച്ച് ആ സ്പോട്ടിൽ അവരോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കുക. ആരുടെ സഹായം ഇല്ലാതെ ജസ്റ്റ് ഒന്ന്, ഇങ്ങനെ ഞാനൊരു സംഭവം ചെയ്യുന്നുണ്ട്, നമ്പർ ഒന്ന് തന്നിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല, നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞ പിറ്റേ ദിവസം തന്നെ വിളിച്ച് നമ്മൾ പ്ലാൻ പറയണ്ട. നമുക്ക് പറ്റുന്നത്ര അവരോട് അടുക്കാൻ ശ്രമിച്ച് ഒരു ഇൻവിറ്റേഷൻ ആയിട്ട് ആദ്യം കൊടുത്ത് പിന്നെ അത് പ്ലാനിലേക്ക് എത്തി അവരുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് ഏത് തരത്തിലാണ് പ്ലാൻ കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കി ആ പ്ലാന് കൊടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയ എനിക്കും സെയിൽ വരാനും ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്നും ചെയ്യാണ്ട് എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിരിക്കണവർക്ക് എന്ത് കിട്ടും? ഒന്നും കിട്ടില്ല, ഒന്നും കിട്ടില്ല. ഈ ആളുകളുടെ പരിഹാസവും പുച്ഛവും ഏറ്റുവാങ്ങേണ്ടി വരുന്നല്ലാതെ ഒരു രൂപ പോലും നമുക്ക് ഫിജി കാർട്ടിൽ കിട്ടില്ല. നമ്മൾ പണിയെടുത്ത് നമ്മുടെ ലീഡർമാരൊക്കെ, ഞാനൊക്കെ ഇടയ്ക്ക് ചിന്തിച്ചിട്ടുണ്ട്, ജസീറമ്മയുടെ രമ്യ മാം ഒക്കെ എത്ര ബുദ്ധിമുട്ടിണ്ടാവും. പക്ഷെ അബന മാം പറഞ്ഞത് സത്യമാണ്. എത്ര റിസ്ക് എടുത്തിട്ടുണ്ടാവും അവര്, എത്ര പേർക്ക് വേണ്ടി ഓടിയിട്ടുണ്ടാവും അവര്. വിശപ്പും ദാഹവും സഹിച്ച് സമയം പോലും ശ്രദ്ധിക്കാണ്ട് അവര് മറ്റുള്ളവർക്ക് വേണ്ടി ഓടിക്കൊണ്ടാണ് അവരുടെ അണ്ടറിലുള്ള ഒരു ടീം ഉണ്ടായതും അവർക്ക് പൈസ കയറിയിട്ടുണ്ടെങ്കിൽ അവർ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ പാർട്ട്നേഴ്സിന് വേണ്ടി ഓടിയാലാണ് നമ്മുടെ അക്കൗണ്ട് പൈസ കയറൂ എന്ന് മനസ്സിലാക്കി തരുന്ന ലീഡർമാർ നമ്മുടെ കൂടെ ഉണ്ട്. അങ്ങനത്തെ ഒരു സിസ്റ്റം നമുക്കുണ്ട്, അങ്ങനത്തെ ഒരു ചെയർമാൻ നമുക്കുണ്ട്. പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? ഞാൻ എന്റെ ഏട്ടനോട് എന്താ പറഞ്ഞറിയാം, ഇന്നിപ്പോ എന്റെ ഏട്ടൻ രാവിലെ പോയി, എറണാകുളത്തേക്ക് പോയി. ഏട്ടൻ അവിടെ ബസ് കാത്ത് നിൽക്കുമ്പോ ഞാൻ ബസ് കയറ്റാൻ പോകാറുണ്ട്. അപ്പൊ അവിടെ ചായക്കട നടത്തുന്നുണ്ട് ഒരാള്. അപ്പൊ അവർക്കൊന്നും നേരം വെളുത്തിട്ടില്ല. ഞാൻ ഏട്ടനോട് പറഞ്ഞു, അവരൊന്നും 69 ജീവിക്കുന്നത്, അവര് റേഡിയോയിലത്തെ പാട്ട് കേൾക്കും. അതൊരു തെറ്റാന്ന് ഞാൻ പറയുന്നില്ല. ഇന്നും പഴയ കാലഘട്ടത്തിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. പഴയ റേഡിയോ, ടേപ്പ് റെക്കോർഡ്, അതുപോലെ പഴയ കൊച്ചു TV, അതൊക്കെ ഇഷ്ടപ്പെട്ടോട്ടെ. പഴയ പഴയ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന ആൾക്കാർ വീട്ടിലുണ്ട്. അതൊക്കെ ഇപ്പൊ പുതിയൊരു ട്രെൻഡാണ്. അത് പഴയ വസ്തുക്കളൊക്കെ എടുത്ത് മോടി പിടിപ്പിച്ചിട്ട് വീട്ടിൽ വെക്കുക. അങ്ങനെ ആ പാട്ട് കേൾക്കണത് തെറ്റാന്നല്ല ഞാൻ പറയണേ. അപ്പൊ അവര് ആ ഒരു 5 ഗ്ലാസ് ചായയാണ് അവിടുന്ന് മാക്സിമം പോണം. അവരുടെ കാര്യം ഞാൻ എടുത്ത് പറയാൻ കാരണം അവർക്ക് ഞാൻ പ്ലാൻ കൊടുക്കാൻ പോയതാണ്. അവരുടെ മകൾക്ക് ഞാൻ പ്ലാൻ കൊടുക്കാൻ പോയത്, ആ വ്യക്തിയുടെ. അവർക്ക് ആകെ രാവിലെ പോണത് 5 ഗ്ലാസ് ചായയാണ്. ആ 5 ഗ്ലാസ് ചായ കുടിക്കാൻ വന്നിരിക്കുന്നവരുടെ മാക്സിമം ഒരു 50 രൂപ, ഈ ഒരു 100 രൂപ വെറുതെ കൊടുക്കാന്ന് വെച്ചോളൂ. പക്ഷെ അവർക്ക് ആ 100 രൂപ മതി. അവര് നമ്മൾ പറഞ്ഞത് കേൾക്കാനും തയ്യാറല്ല, അവര് സ്വയം മാറാനും തയ്യാറല്ല, എനിക്ക് വേണ്ടി മാറാനും തയ്യാറല്ല, ഒന്നിനും തയ്യാറല്ല. അപ്പൊ അങ്ങനത്തെവരെ ദൈവത്തെ ഓർത്തതിലോട്ട് കൊണ്ടുവരാതിരിക്കുക. പണിയെടുക്കാൻ തയ്യാറാണ്, കൃഷ്ണയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റും എന്ന് ആദ്യം ഞാൻ അവരെ തോന്നിപ്പിക്കണം. എന്റെ പ്രസന്റേഷനിലൂടെയും എന്റെ ഫോളോ അപ്പിലൂടെയും അവരെ തോന്നിപ്പിച്ച്
അവര് സെയിൽ ഓപ്പൺ ആക്കിയാലാണ് അവർ എന്റെ കൂടെ നിൽക്കുള്ളൂ. നമുക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞാൽ അവർ എന്നെ വിളിക്കുള്ളൂ. അവർ കാര്യങ്ങളൊക്കെ നമ്പർ ആയാലും എന്തായാലും എനിക്ക് അയച്ചു തരുള്ളൂ. അല്ലെങ്കിൽ ലീഡർമാരെ കണക്ട് ചെയ്യണം. പക്ഷെ പറഞ്ഞത് പോരാതെ എനിക്ക് ഒന്നും കൂടെ വ്യക്തമാവണം എന്ന് പറയുമ്പോൾ എനിക്ക് ലീഡറെ കണക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാവണമെങ്കിൽ ഞാൻ കറക്റ്റ് ആയിട്ട് അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കണം. അവരെ കണ്ട ഭാവം നടിക്കണം. ഇത് അവരെ വിളിക്കില്ല, പറയില്ല, മിണ്ടില്ല, ഒന്നും ചെയ്യില്ല. എനിക്ക് രണ്ടാൾക്കാർ വന്നാൽ ശരിയാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഈ രണ്ടാൾക്കാരെ എങ്ങനെ വരും? നമ്മൾ തന്നെ കണ്ടെത്തണ്ടേ? അത് നമ്മൾ കണ്ടെത്തിയ ആൾക്കാർ ലീഡർമാർക്ക് കാണിച്ചു കൊടുക്കണ്ടേ? അങ്ങനെ ഒന്നും ചെയ്യാണ്ട് എനിക്ക് സമ്പാദിക്കണം, കൈ നനയാണ്ട മീൻ പിടിക്കണം എന്ന് പറഞ്ഞിരുന്ന അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. നമ്മുടെ സാറ് വ്യക്തമായിട്ട് അത് ഓരോരോ റീൽസും യൂട്യൂബിലൊക്കെ എടുത്തപ്പോ സാറുടെ ലൈക്ക് കൊടുക്കുക കാരണം എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് തരും. അപ്പൊ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ സാറ് പറഞ്ഞ പോലെ ദൈവത്തെ ഓർത്ത് എനിക്ക് എന്നെ പോലെ ഒന്നും അറിയാതെ ഇപ്പൊ അങ്ങനെ പഠിച്ചു തുടങ്ങിയ ആൾക്കാരോടെ ഞാൻ പറയണേ, ലീഡർമാരോടല്ല ഞാൻ സംസാരിക്കണേ. എന്നെ പോലെ ഇങ്ങനെ അറിവ് പഠിച്ചു വരണേ ഉള്ളൂ. അങ്ങനത്തെ ആളുകളോടെ ഞാൻ പറയണേ, നമ്മളെക്കാളും വിവരമുള്ളവരെ